ആലിരക്കണ്ണ നിൻ അനുഗ്രഹം മുഴുവൻ ഈ കടയിൽ ചൊരിഞ്ഞിടണം. അവനെ എൻ പ്രാണപ്രിയ സഖി ഒരു നല്ല അവളെ നീ സൂക്ഷിക്കണം. ഭഗവാന് അടിയന്റെ ഭാര്യാസ്ഥാനം അലങ്കരിക്കുന്ന ആ താടകയുടെ മർദ്ദന പരിപാടിയിൽ നിന്നും ഇന്നെങ്കിലും അടിയനെ രക്ഷിക്കണമേ ഗുരുവായൂരപ്പ. മീൻകാരി ജാനകിയും പാൽക്കാരി അമ്മണിയും ഇന്നും കൃത്യസമയത്ത് തന്നെ ദർശനം തരണമേ ഭഗവാന്. അമ്മക്കുട്ടി, രായപ്പനും രാജമ്മയും വിവാഹിതരായി. പാൽക്കാരി ശോശാമ്മയുടെ സ്വപ്നങ്ങൾ പോവണേ. പുതിയ പൂങ്കിനാവ് വന്നിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സ് തുടങ്ങാണ് കേട്ടാ അടുത്ത ആഴ്ച. വായിക്കണം കേട്ടാ, അത് വായിക്കണം, നിർബന്ധമായിട്ട് വായിച്ചിട്ടും കോപ്പി കിട്ടത്തില്ല. എവിടെ നോക്കിയാണ് സൈക്കിൾ ഓട്ടുന്നത്? നേരത്തേക്കാണ് വണ്ടി കയറ്റണത്. എന്ത് ചെയ്യാന്ന് ചേച്ചി, ബ്രേക്ക് പോയി, കൺട്രോൾ പോയി. അയ്യോ, ചേച്ചിയുടെ പിന്നിലിടിച്ചപ്പോ കാറ്റ് പോയി. അപ്പൊ മുന്നിലിടിച്ച എന്തായിരിക്കും സ്ഥിതി? അയ്യോ, ചുമ്മാതാണ്. ഞങ്ങൾ വനിതയുടെ കാര്യം പറയാറുതേ. വൈകുന്നേരം കാണണം കേട്ടാ. ആ അയ്യോ അയ്യോ, പാല് വന്നില്ല, പാല് വന്നില്ല. ഓ എന്താണപ്പെട്ട പാല് വരാൻ ഇത്ര താമസം? ഒറ്റ വേണല്ലേ പുഷ്കര, നിങ്ങളെ പോലുള്ള ഓരോരുത്തർക്കും കൊടുത്തു കൊടുത്തല്ലേ വരുന്നത്. നല്ല മണം. കാർത്തേച്ചപ്പം എന്താ ഒന്ന് തരട്ടെ? എന്നാ കാലത്ത് തന്നെ ഊസിന് നക്കാൻ നടക്കും. ഞാനേ കാർത്തേച്ചി ഒന്ന് കണ്ടിട്ട് വരാം. ചെല്ലി ചെല്ലി. ചേച്ചി, ഞങ്ങളുടെ കാര്യം. എന്ത് കാര്യം? ഞങ്ങളുടെ പാർട്ടിയുടെ വനിതാഭാഗത്ത് നേതൃത്വം ചേച്ചിയെ കിട്ടിയാൽ ഞങ്ങൾ ഒരു കളി കളിക്കും. നീ ഒന്ന് പോ പുഷ്കര, നിന്റെ ഒരു പാർട്ടി പോയി വേറെ വല്ല പണി നോക്ക്. ചേച്ചി അങ്ങനെ പറയരുത്. ചേച്ചിയെ പോലുള്ള ഉസിരുള്ള പെണ്ണുങ്ങളാണ് ഞങ്ങളുടെ ആവേശം. അല്ല, ഞങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ. പുഷ്കര, നിനക്കൊക്കെ പിടിക്കാനും പഠിക്കാനും വേറെ ആളെ നോക്ക്. അയ്യോ ചേച്ചി, ആർത്തത്തിലല്ല. പിന്നെ ഇതൊന്ന് കുറച്ച് ഇടിച്ചതാ, തടിയൊന്നല്ല കേട്ടെ. ചേച്ചി കഴി പിന്നെ ആർക്കിടിക്കാനാ? അത് ഇത് ഇങ്ങനെ ഇട്ട് ഇട്ട് ഇളക്കണം കേട്ടാ. ഇരുവിടെ അവിടെ. എന്റെ പൊന്നെ, മനുഷ്യനെ ഇങ്ങനെ തീ തീറ്റിക്കരുത്. രാവിലെ മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ഇപ്പൊ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും. ഇപ്പഴാ സമാധാനമായത്. ചേച്ചി ചെല്ലി ചെല്ലി, അവിടെ ഉണ്ട്. അവിടെ ഇല്ല. മത്സ്യകന്യക ഒന്ന് കാണണം. മോളെ, പാല് ഇത്ര ലേറ്റ് ആകരുത്. അകത്തേക്ക് നോക്ക്. ഇപ്പഴാ പാല് വന്നേ. നീ അപ്പടി മണ്ണാണല്ലോടി. എന്ത് പറയുന്ന എന്റെ ചേച്ചി, ആ പത്രക്കാരൻ ചെക്കൻ സൈക്കിൾ ദേഹത്ത് കൊണ്ട് കയറ്റിയതല്ലേ.
സൈക്കിൾ കയറിയിട്ട് ഈ ശരീരത്തിൽ ഒരു ചെളുപ്പം കാണില്ല. പോടാ. എന്തത് കൊടുക്കാന്ന് പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ മോളെ രാധേ എടി കൊല്ലത്തി. എന്താപ്പാ? അപ്പൊ നിനക്ക് ചെവി കേക്കാല്ലേ? എനിക്കെന്താ അടുക്കള പണിയില്ലേ? ഓ വലിയ പണിക്കാരി. അപ്പം പോവാ ചന്തയിലോട്ട്, ശ്രദ്ധിച്ചോണേ. ശരിപ്പാ. അപ്പാ സാധനങ്ങൾ വാങ്ങാൻ തന്ന ലിസ്റ്റ് എടുത്തില്ലേ? ഉവ്വേ. എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞാലുണ്ടല്ലോ. ഉത്തരവ് അടി എന്നെ ഒന്ന്. ആ മോശം വരില്ല, എന്റെ പുന്നാര മോളല്ലേ. അപ്പം വരട്ടെ. പക്ഷെ കണ്ണൂടെ ഒന്ന് നോക്കിട്ടൂടെ? നോക്കില്ല എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു ഞാൻ? എടാ അത് വിൽക്കാനാ. കത്തി വേണോ? കത്തി കത്തി വേണോ? കത്തി വേണ്ട. വേണ്ടേ? വേണ്ട വേണ്ട. നാരായണ നാരായണ ഇതാരാ? കത്തി ഉണ്ടോ? നല്ല കത്തി ഉണ്ടല്ലോ. முத்துவுக்கு அப்பா வேணா. நாராயணகுலனுக்கு காசு கொடுத்தது തന്നെ இந்த മോളെ பார்த்துட்டா. ஆனா முத்துவுக்கு പലിശയെങ്കിലും കിടക്കണം. അത് இந்த മോൾ തന്നാലും മതി. അപ്പ വന്നിട്ട് പറയാം, ഇവിടെ കാശൊന്നുമില്ല, നിങ്ങളിപ്പോ പോ. ഇപ്പൊ പോയി പിന്നെ കാണണം എന്നല്ലേ? അപ്പുറം പാക്കലാ. എന്താ പേടിച്ചു പോയോ? പേടിച്ചേ. ഞാൻ വിചാരിച്ചു ആ കാളിമുത്ത് എങ്ങാനും. കാളിമുത്തോ? ഇവിടെയോ? അതെ, വാഷിലാൻ. ഞാൻ കുളിക്കുന്ന നോക്കി നിൽക്കായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാ കണ്ടത്. അപ്പൊ എന്തൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ഊഹിക്കാവുന്നേ ഉള്ളൂ. നീ വാ.